ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ വിവിധ പദ്ധതികളെക്കുറിച്ചാണ്. ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേതാണ് സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് ഒരു സംസ്ഥാന സർക്കാർ സംവിധാനമാണ്. ഉചിതമായ ഗുണഭോക്താക്കൾക്കായി എല്ലാ സാമൂഹ്യനീതി സംരംഭങ്ങളും നടപ്പാക്കുന്ന സംഘടനയായി പ്രവർത്തിക്കുന്നു. ഡയറക്ടറേറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സാമൂഹ്യനീതി സംരംഭങ്ങളുടെ ഗുണഭോക്താക്കളുടെയും ശരിയായ ജോഡി കണ്ടെത്തുക. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഭിന്നശേഷിയുള്ളവർക്കെന്നാണ് കൊടുത്തിരിക്കുന്നത്. നിരാമയ ഭിന്നശേഷിയുള്ളവർ എന്നുള്ളത് ശരിയാണ്. സമന്വയ സാമൂഹ്യ പ്രതിരോധം അതെന്താണ്? തെറ്റാണ്. അഭയ കിരണം അനാഥരായിട്ടുള്ള സ്ത്രീകൾ ശരിയാണ്. സായം പ്രഭാ ഹോം എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർ. ഇത്രയും എന്താണ്? ശരിയാണ്. അപ്പോൾ 1, 3, 4 ശരിയായിട്ടുള്ളത്. ഇനി ഓരോന്നിനെയും കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കിയേ, ആദ്യത്തേത് എന്താണ്? നിരാമയയാണ് അല്ലേ. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കായി ഏർപ്പെടുത്തിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. നിരാമയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴി നടപ്പാക്കുന്ന സ്കീമുകളിൽ പ്രധാനപ്പെട്ടതാണിത്. 1 ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ ചിലവ് ലഭിക്കുന്നു. ഇതിനകത്തുള്ള ഓരോ സെൻറ്റൻസ് പഠിച്ചോളണം. ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. അതുപോലെ തന്നെ 1 ലക്ഷം രൂപയാണ് എന്തെന്ന് പറയുന്നത് വാർഷിക ചികിത്സാ ചിലവായിട്ട് കിട്ടുന്നത്. BPL വിഭാഗം എത്രയാണ്? 250 രൂപയും APL വിഭാഗം 500 രൂപയുമാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് പദ്ധതി കാലാവധി. അപ്പോൾ ഇതുപോലെ സെൻറ്റൻസ് വൈസ് ചോദിച്ചിട്ട് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്, ഇതിനകത്ത് ഏത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടുള്ളതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? നിരാമയ. അത് 1 ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ ചിലവ് കിട്ടുന്നുണ്ട്. BPL വിഭാഗത്തിനാണെങ്കിൽ 250 രൂപയും, എന്നാൽ APLനാണെങ്കിൽ 500 രൂപയുമാണ് നമ്മൾ അടയ്ക്കേണ്ടത് പ്രീമിയമായിട്ട്. എല്ലാ വർഷവും 1 മുതൽ മാർച്ച് 31 വരെയാണ് എന്തെന്ന് പറയുന്ന പദ്ധതിയുടെ കാലാവധി എന്ന് പറയുന്നത്. അടുത്തത് മുതിർന്ന പൗരന്മാർ. അടുത്തത് നമ്മൾ പഠിക്കുന്നത് സായം പ്രഭാ ഹോം എന്നുള്ള പദ്ധതിയാണ് കേട്ടോ. മുതിർന്ന പൗരന്മാർ വീടുകളിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ ഒഴിവാക്കുക, പോഷകാഹാരം ഉറപ്പുവരുത്തുക, മാനസിക ഉല്ലാസ പരിപാടികളിൽ പങ്കാളികളാക്കുക, കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കുക തുടങ്ങി നിരവധി സേവനങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് സായം പ്രഭാ ഹോം. 60 വയസ്സ് കഴിഞ്ഞ് മുതിർന്ന പൗരന്മാരെയാണ് ഗുണഭോക്താക്കളായി പരിഗണിക്കുന്നത്. അതാണ് സായം പ്രഭാ ഹോം എന്ന് പറയുന്നത്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത് സായം പ്രഭാ ഹോം. അടുത്തത് ട്രാൻസ്ജെൻഡേഴ്സിനുള്ള പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്നത്. അതാണ് സമന്വയ. നോക്കിയേ, പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ പഠനം സാധ്യമാക്കാനായി കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി മുഖേന നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി. പഠിതാക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായവും താമസ സൗകര്യവും സമന്വയ പദ്ധതിക്കൊപ്പം നടപ്പാക്കി വരുന്നു. അപ്പോൾ സമന്വയ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ്. അപ്പോൾ അവർക്ക് പകുതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചവർക്ക് എന്ത് ചെയ്യാൻ തുടർ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? സമന്വയ. അത് നടപ്പാക്കുന്നതെന്ന് പറയുന്നത് കേരള സാക്ഷരതാ മിഷൻ മുഖേനയാണ് നടപ്പാക്കുന്നത്. അടുത്തത് എന്ന് പറയുന്നത് അഭയകിരണമാണ് കേട്ടോ. അശരണരായ വിധവകൾക്ക് അഭയം നൽകുന്ന ബന്ധുവിന് പ്രതിമാസം 1000 രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് അഭയകിരണം. അപ്പോൾ അഭയകിരണത്തിൽ ആർക്കാണ്? അശരണരായിട്ടുള്ള വിധവകൾക്ക് അഭയം നൽകുന്ന ബന്ധുവിന് 1000 രൂപ കിട്ടുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് അഭയകിരണം എന്ന് പറയുന്നത്. സംരക്ഷിക്കപ്പെടുന്ന വിധവകൾ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കവിയാത്തവരും പ്രായപൂർത്തിയായ മക്കളില്ലാത്തവരും ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ നിബന്ധനകളെന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. താഴെ കൊടുത്ത വിവരങ്ങളിൽ നിന്നും കേരളത്തിലെ ഗവേണൻസിൻ്റെ ഭാഗമായുള്ള ഡിജിറ്റൽ സംരംഭങ്ങളും പദ്ധതികളും പരിപാടികളും തമ്മിലുള്ള ശരിയായ പൊരുത്തം കണ്ടെത്തുക എന്നുള്ളതാണ്. അറിവ് വിവരശേഖരണം ഏതാണ് വരിക? അക്ഷയ കേന്ദ്രമാണ് വരുന്നത് കേട്ടോ. അക്ഷയ കേന്ദ്രത്തിലല്ലേ നമ്മൾ ഓരോ വിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് പോകുന്നത്. അടുത്ത് നോക്കിയാൽ ഗവേണൻസ് സേവനങ്ങളുടെ വിതരണം അവിടെയാണ്? സംസ്ഥാന ഡേറ്റ സെൻറ്ററിലാണ്. സംയോജിത വ്യക്തിഗത സേവനങ്ങൾ അതെവിടെയാണ്? സ്പാർക്കാണ്. കോർ കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ ഇതാണ് K-ഫോൺ. അപ്പോൾ നോക്കിയേ, അറിവ് വിവരശേഖരണം അക്ഷയ കേന്ദ്രം, ഗവേണൻസ് സേവനങ്ങളുടെ വിതരണം സംസ്ഥാന ഡേറ്റാ സെൻറ്റർ, സംയോജിത വ്യക്തിഗത സേവനങ്ങൾ സ്പാർക്ക്, കോർ കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചർ K-ഫോൺ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് B ആണ് കേട്ടോ. B. നോക്കിയേ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഓഫീസുകളിൽ അപേക്ഷകർക്ക് നിൽക്കാതെ വിവരസാങ്കേതിക വിദ്യയുടെ സഹായം പ്രയോജനപ്പെടുത്തി
സേവനങ്ങൾ കുറഞ്ഞ ചിലവിലും വേഗത്തിലും കാര്യക്ഷമതയോടെയും പൗരന്മാർക്ക് ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. എന്താണ് ഇ ഗവേണൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട് PSC. നോക്കിയേ, ഗവൺമെൻറ് ഓഫീസുകളിൽ അപേക്ഷകർക്ക് കാത്തു നിൽക്കാതെ വിവരസാങ്കേതിക വിദ്യയുടെ സഹായം പ്രയോജനപ്പെടുത്തി സേവനങ്ങൾ കുറഞ്ഞ ചിലവിലും വേഗത്തിലും കാര്യക്ഷമതയോടെയും പൗരന്മാർക്ക് ലഭ്യമാക്കുന്ന സംവിധാനമാണ് എന്ന് പറയുന്ന ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയേ, കേരള സർക്കാരിനു കീഴിൽ വിവരസാങ്കേതിക വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭിക്കാനായി 1999 നിലവിൽ വന്ന ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് IT മിഷൻ. ഇപ്പോൾ കേരള സ്റ്റേറ്റ് IT മിഷൻ എന്നാണ് നിലവിൽ വന്നത്. 1999 നിലവിൽ വന്നത്. സംസ്ഥാന ഇ ഗവേണൻസ് പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനായി 2005 സംസ്ഥാന ഡേറ്റാ സെൻറ്റർ ആരംഭിച്ചത്. 2005 ഡേറ്റാ സെൻറ്റർ ആരംഭിക്കുന്നത്. ഇ ഗവേണൻസ് പ്രവർത്തനങ്ങൾക്ക് മാത്രമായുള്ള ഡേറ്റാ സെൻറ്റർ ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ-ഫോൺ. കെ-ഫോൺ എന്താണ് അതിൻ്റെ ഫുൾ ഫോം? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് കെ-ഫോൺ. അപ്പോൾ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നുള്ളതാണ് കെ-ഫോണിൻ്റെ എന്തെന്ന് പറയുന്നത്, ഫുൾ ഫോം എന്ന് പറയുന്നത്. ശക്തമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയിലൂടെ അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ വീടുകളിലും ഓഫീസുകളിലും മറ്റും ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ പദ്ധതി. KSEBയും KSITLും ചേർന്നൊരുക്കിയ പദ്ധതിയിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇൻ്റർനെറ്റ് ലഭ്യമാക്കും. ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയ സംരംഭമാണ് അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത്. കേരളത്തിൽ നഗര ഗ്രാമ ഭേദമന്യേ എല്ലായിടത്തും അക്ഷയ കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. 2700-ലധികം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ 265-ലധികം സേവനങ്ങളാണ് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. 2002 നവംബർ 18 രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഓർത്തു വയ്ക്കുക, 2002 നവംബർ 18 എന്ത് ചെയ്യുന്നത്, ഡോക്ടർ APJ അബ്ദുൽ കലാം അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള സർക്കാർ ജീവനക്കാരുടെ സേവനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്താനും ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമഗ്രമായി രേഖപ്പെടുത്താനും ശമ്പള വിതരണത്തിനുമായി നടപ്പിലാക്കിയ ഓൺലൈൻ സംവിധാനമാണ് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള എന്ന സ്പാർക്ക്. സ്പാർക്കിൻ്റെ ഫുൾ ഫോമാണ് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഒരുമിച്ച് വായിക്കണേ. ഇവിടെ ഒരു ബുള്ളറ്റിൻ കൊടുത്തിട്ടുണ്ട്, ഇത് വേണ്ട, ഇങ്ങനെ ഒരുമിച്ച് വായിക്കുക. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള, ഇതിൻ്റെ ചുരുക്കെഴുത്താണെന്ന് പറയുന്നത് സ്പാർക്ക്. ഈ സംവിധാനത്തിൽ ഓരോ ജീവനക്കാരനും ഒരു പെൻ നമ്പർ ഉണ്ടാവും. പെൻ എന്ന് പറയുമ്പോൾ എന്താണ്, പെർമനൻറ്റ് എംപ്ലോയി നമ്പർ, പെൻ നമ്പർ ഉണ്ടായിരിക്കും. അടുത്ത നോക്കിയേ, താഴെ പറയുന്നതിൽ ഏതാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതി അല്ലാത്തത്? സ്നേഹപൂർവ്വം, താലോലം, വയോമിത്രം, നിർഭയ. ഇതിനകത്ത് നിർഭയ എന്ന് പറയുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതി അല്ല. ഓക്കെ, അപ്പോൾ നിർഭയ എന്ന് പറയുന്നത് 4 മാത്രമാണ്. ഓപ്ഷൻ D ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഓരോ പദ്ധതികളും നോക്കാം. 2008 ഒക്ടോബർ 14 സർക്കാർ ഉത്തരവ് പ്രകാരം തിരുവനന്തപുരം ആസ്ഥാനമായി കേരള സർക്കാരിൻ്റെ സാമൂഹ്യ നീതി വകുപ്പ് സ്പോൺസർ ചെയ്യുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയായി നിലവിൽ വന്നതാണ് കേരള സാമൂഹ്യ സുരക്ഷാ ദൗത്യം. അപ്പോൾ 2008 ഒക്ടോബർ 14 ഉത്തരവ് പ്രകാരമാണ് എന്ത് വന്നത്, കേരള സാമൂഹ്യ സുരക്ഷാ ദൗത്യം എന്ന് പറയുന്നത് വന്നത്. മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് സാമ്പത്തിക പരാധീനതകളാൽ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ അനാഥാലയങ്ങളിൽ അയക്കുന്നതിനു പകരം സ്വഭവനങ്ങളിലോ ബന്ധുഭവനങ്ങളിലോ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, സ്നേഹപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി. ഏതാണ് സ്നേഹപൂർവ്വം? മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് സാമ്പത്തിക പരാധീനതകളാൽ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ അനാഥാലയങ്ങൾ അയക്കുന്നതിന് പകരം സ്വഭവനങ്ങളിലോ ബന്ധുഭവനങ്ങളിലോ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്ന സമൂഹത്തിന് ഉയർന്ന മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ഉള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്, സ്നേഹപൂർവ്വം. അടുത്ത പദ്ധതി എന്ന് പറയുന്നത് താലോലമാണ് കേട്ടോ. എന്താണെന്ന് നോക്കിയേ, 18 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക്
സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് താലോലം. 2010 ജനുവരി 1 ഈ പദ്ധതി നിലവിൽ വന്നത്. അടുത്ത നോക്കിയേ, സംസ്ഥാനത്ത് വയോജന നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് ഊന്നൽ നൽകി ആരംഭിച്ച പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് വയോമിത്രം എന്ന് പറയുന്നത്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്കാണ് വയോമിത്രം പദ്ധതി പ്രകാരം സൗജന്യ സേവനങ്ങൾ ലഭിക്കാൻ അർഹത. 65 വയസ്സിന് മുകളിലോട്ടുള്ള പൗരന്മാർക്കാണ് എന്തെന്ന് പറയുന്നത് വയോമിത്രത്തിൽ അർഹതയുള്ളത്. അതൊക്കെ പഠിച്ചു വയ്ക്കണം. 65, 60 എന്നുള്ളതൊക്കെ വയസ്സുകൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ മാറ്റി തിരിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് നോക്കിയേ, നിർഭയ എന്ന് പറയുന്ന പദ്ധതി ഏതാണെന്നേ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമണങ്ങൾ തടയുന്നതിനായി പ്രതിരോധം, സംരക്ഷണം, നിയമ നടത്തിപ്പ്, പുനരധിവാസം, പുനരേകീകരണം തുടങ്ങിയവ പ്രധാന മേഖലകളിലെ ഇടപെടൽ ലക്ഷ്യമാക്കി ആരംഭിച്ച പദ്ധതിയാണ് എന്ന് പറയുന്നത് നിർഭയ പദ്ധതി. അപ്പോൾ നമ്മൾ ചോദിച്ചത് സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതി അല്ലാത്തതാണ്. അതിനകത്ത് വന്നത് ഏതാണ്? നിർഭയ പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പദ്ധതികളും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെയാണ് പഠിച്ചത്. എല്ലാ പദ്ധതികളും വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. PSCയുടെ പരീക്ഷകൾ ഒരു പദ്ധതിയെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്